ഹായ് ഓൾ, വെൽക്കം ടു അഡാക് ന്യൂഫോർസോൺ മലയാളം. ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് 2024 ജനുവരി മുതൽ 2024 നവംബർ വരെയുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. ഇനി നവംബർ സെപ്പറേറ്റ് നമ്മളൊരു സെഷനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ സമയം കളയാതെ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം. ആൻസേഴ്സ് അറിയുമെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് പോകാനും മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിന് മുൻപ് നമ്മുടെ കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ് നമ്മുടെ ക്ലാസ് ബേസ്ഡ് നോട്ട്സ് ഒക്കെ ആഡ് ആവുന്നത്. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: 2024 ഒക്ടോബറിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത് ആരാണ്? 2024 ഒക്ടോബറിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് ആര് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓരോ ക്വസ്റ്റ്യനും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. PSC എക്സാമിന് ചോദിക്കുന്ന അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാക്സിമം ക്ലാസ് കാണുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, വിജയ രഹാഡ്കർ അല്ലെ? വിജയ രഹാഡ്കർ ആണ് ആൻസർ. എന്താണ്? വിജയ രഹാഡ്കർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: 2024 ഒക്ടോബറിൽ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയായത് ആരാണ്? വിജയ രഹാഡ്കർ. വിജയ രഹാഡ്കർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ധാന ചുഴലിക്കാറ്റ്, ധാന അല്ലെങ്കിൽ ഡാന അല്ലെങ്കിൽ ധന എല്ലാം കാണുന്നുണ്ട്. ഈ ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ്? ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഡാന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി, ഖത്തർ ആണ്. ഓരോന്ന് പഠിച്ചു പോകാം കേട്ടോ. എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഡെയിലി കറണ്ട് അഫെയർ ക്ലാസ് കാണുന്ന ആളുകൾക്ക് ഉറപ്പായിട്ടും ഇതെല്ലാം കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഓരോ സെഷൻസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ കുറേ ക്വസ്റ്റൻസ് ആയിട്ട് ഫെമിലിയർ ആയിരിക്കാം. മാക്സിമം ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഡാന ചുഴലിക്കാറ്റിന് പേര് നൽകിയത് ഖത്തർ ആണ്. ഖത്തർ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്: ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തിയാണ് പ്രഭാവോ സുബിയാൻഡോ? ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തിയാണ് പ്രഭാവോ സുബിയാൻഡോ? സുബിയാൻഡോ ഇന്തോനേഷ്യ. അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. സുബിയാൻഡോ ഇന്തോനേഷ്യ. സുബിയാൻഡോ ഇന്തോനേഷ്യ എന്നുള്ളതാണ്. സുബിയാൻഡോ ഇന്തോനേഷ്യ. ഓക്കെ, അപ്പോൾ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തിയാണ് പ്രഭാവോ സുബിയാൻഡോ ഇന്തോനേഷ്യ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതാണ്? രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏത് എന്നുള്ളതാണ്. ആൻസർ എന്താണ്? രാജ്യത്തെ അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പോർട്ടൽ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക. ഈ ശ്രം. ബൈ ഹാർട്ട് ചെയ്ത് പോവുക. എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. ഈ ശ്രം ഏതാണ്? ഈ ശ്രം. ഈ ശ്രം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2024 ICC വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയത് ഏത് രാജ്യമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ പോരട്ടെ. ആൻസർ പോയിട്ട് സ്പീഡിൽ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. ആൻസർ ഓപ്ഷൻ സി, ന്യൂസിലാൻഡ് അല്ലെ? ന്യൂസിലാൻഡ്. നമുക്ക് വരുന്ന എക്സാംസിലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2024 ICC വനിതാ T20 വേൾഡ് കപ്പ് കിരീടം നേടിയത് ന്യൂസിലാൻഡ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യം ഏതാണ്? 2024 ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI നടപ്പിലാക്കിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? മാലിദ്വീപ് അല്ലെ? മാലിദ്വീപ്. ഓർമ്മയിൽ വന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻസേഴ്സ് മാക്സിമം കമൻറ്റ് ചെയ്യുക. ആൻസേഴ്സ് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിൽ നിങ്ങളുടെ വരണം. ഓക്കെ, കാരണം ദിവസം നിങ്ങൾ ക്ലാസ് കാണുന്നതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ മാലിദ്വീപ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വരുന്നത്? ഹെൽത്ത് ATM എന്ത് പേരിൽ അറിയപ്പെടുന്നു? ക്ലിനിക് ഓൺ ക്ലൗഡ്. ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വരുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ആൻസർ മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ. ഏക്നാഥ് ഷിൻഡെ എന്നുള്ളതും ഓർത്തിരിക്കുക. ഏക്നാഥ് അല്ലേ? ഏക്നാഥ് ഷിൻഡെ. ഏക്നാഥ് ഷിൻഡെ എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഓക്കെ, ഇപ്പോൾ ക്ലിനിക് ഓൺ ക്ലൗഡ് എന്നറിയപ്പെടുന്ന ഹെൽത്ത് ATM നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: 2024 ഒക്ടോബറിൽ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലുവോങ് കുവോങ്? ഇംഗ്ലീഷിലൂടെ ആഡ് ചെയ്യുന്നത് വരാത്തതാണ് കേട്ടോ. ലുവോങ് കുവോങ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലുവോങ് കുവോങ്? ആൻസർ അറിയോ? പറഞ്ഞോളൂ. ഉത്തരം അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം. ലുവോങ് കുവോങ് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു? ആൻസർ വിയറ്റ്നാം.
ആൻസർ എന്താണ്? വിയറ്റ്നാം അല്ലെ, വിയറ്റ്നാം. 2024 ഒക്ടോബറിൽ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ലുവോങ് കുവോങ്? ആൻസർ എന്താണ്? വിയറ്റ്നാം. വിയറ്റ്നാം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2024 WHO മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം. മലേറിയ മുക്തമായി പ്രഖ്യാപിച്ചത് ഈജിപ്തിനെയാണ്. ഈജിപ്ത് മലേറിയ മുക്തമായി പ്രഖ്യാപിച്ചത് ഈജിപ്തിനെയാണ് കേട്ടോ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ചത്, ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ ആരാണ്? പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ലയണൽ മെസ്സി. ആരാണ്? ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സി. പ്രമുഖ സ്പാനിഷ് പബ്ലിക്കേഷനായ മാർക്ക തിരഞ്ഞെടുത്ത ലോകത്തെ എക്കാലത്തെ മികച്ച ഫുട്ബോളർ ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ലയണൽ മെസ്സിയാണ് കേട്ടോ. ലയണൽ മെസ്സി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി BSNLന്റെ പുതിയ ആപ്തവാക്യം എന്താണ്? BSNLന്റെ പുതിയ, നമുക്കറിയാം രൂപത്തിലും എല്ലാത്തിലും ഒരു മാറ്റം വന്നിട്ടുണ്ട് അല്ലെ, കളറിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നീല നിറം മാറിയിട്ട് ഓറഞ്ച് നിറമായിട്ടുണ്ട്. അപ്പോൾ BSNLന്റെ പുതിയ ആപ്തവാക്യം എന്ത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം. എന്താണ് ഉത്തരം? BSNLന്റെ പുതിയ ആപ്തവാക്യം കണക്ടിംഗ് ഭാരത് അല്ലെ, കണക്ടിംഗ് ഭാരത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. BSNLന്റെ പുതിയ ആപ്തവാക്യം എന്താണ്? കണക്ടിംഗ് ഭാരത് എന്നാണ്. കണക്ടിംഗ് ഭാരത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാമതെത്തിയ ജില്ല. ഏകദേശം നമുക്ക് ഊഹിക്കാവുന്ന ഒരു ആൻസർ ആണ് ഇതിന്റെ. ആൻസർ എന്താണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാമതെത്തിയ ജില്ല ഏതാണ്? ആൻസർ എറണാകുളം എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയിൽ ഒന്നാമതെത്തിയത് എറണാകുളം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഡാന ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഢാന, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡാന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഖത്തർ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡാന ചുഴലിക്കാറ്റ് ഭീതി നിലനിൽക്കുന്നതിനെ തുടർന്ന് 10 ലക്ഷത്തിലേറെ ആളുകളെ ഒഴിപ്പിച്ച സംസ്ഥാനം ഏതാണ്? 10 ലക്ഷത്തിലേറെ ആളുകളെ ഒഴിപ്പിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം അറിഞ്ഞിരിക്കുക. എവിടെയാണ്? ഒഡീഷ. ഒഴിപ്പിച്ചത് ഒഡീഷ. ഡാന ചുഴലിക്കാറ്റിനെ തുടർന്ന് ആളുകളെ ഒഴിപ്പിച്ചത് ഒഡീഷ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഒഴിപ്പിച്ചത് ഒഡീഷയിലാണ് ആളുകളെ ഒഴിപ്പിച്ചത് എന്നുള്ള. 10 ലക്ഷത്തിലേറെ ആളുകളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, ഡാന ചുഴലിക്കാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡാന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഓർത്തിരിക്കുക, ഖത്തറാണ്, മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഒന്നിലധികം വിവാഹങ്ങൾ അനുവദിക്കുന്നതിനാൽ മുസ്ലിം പുരുഷന് ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? കിട്ടോ? ആൻസർ എന്താണ്? മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഒന്നിലധികം വിവാഹങ്ങൾ അനുവദിക്കുന്നതിനാൽ മുസ്ലിം പുരുഷന് ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്ന് വിധിച്ച ഹൈക്കോടതി ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ബോംബെ ഹൈക്കോടതി. ഏതാണ്? ബോംബെ ഹൈക്കോടതിയാണ് കേട്ടോ. ബോംബെ ഹൈക്കോടതി. മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഒന്നിലധികം വിവാഹങ്ങൾ അനുവദിക്കുന്നതിനാൽ മുസ്ലിം പുരുഷന് ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാം എന്ന് വിധിച്ച ഹൈക്കോടതി ഏതാണ്? ബോംബെ ഹൈക്കോടതി. ആൻസർ കാണുന്നുണ്ടല്ലോ അല്ലെ. ബോംബെ ഹൈക്കോടതിയാണ് കേട്ടോ. ബോംബെ ഹൈക്കോടതി, മറക്കരുത്, ഓർത്തു വെച്ചിരിക്കുക. ബോംബെ ഹൈക്കോടതിയാണ് മുസ്ലിം വ്യക്തി നിയമങ്ങൾ ഒന്നിലധികം വിവാഹങ്ങൾ അനുവദിക്കുന്നതിനാൽ മുസ്ലിം പുരുഷന് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്യാം എന്ന് വിധിച്ച ഹൈക്കോടതി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ബോംബെ, മറക്കരുത്, ബോംബെ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസ് ആയാണ് നിയമിതനായത്? സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസ് ആയാണ് നിയമിതനായത്? സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ എത്രാമത് ചീഫ് ജസ്റ്റിസ് ആയാണ് നിയമിതനായത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? 51 അല്ലെ, 51. സഞ്ജീവ് ഖന്ന 51ാമത് സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ആയാണ് നിയമിതനായത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, 50ാമത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ DY ചന്ദ്രചൂഡ്. 50ാമത് ചീഫ് ജസ്റ്റിസ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ DY ചന്ദ്രചൂഡ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത്, ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ 125 ആണ് കേട്ടോ. 125. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 125 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവായത് ആരാണ്? 11ാമത്
OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവായത് ആര് എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡിൽ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. എല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും വിട്ടുകളയരുത് കേട്ടോ, ഒരെണ്ണം പോലും വിട്ടുകളയരുത്. മാക്സിമം കേട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവായത് ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, കുഴൂർ വിൽസൺ. കുഴൂർ വിൽസൺ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. 11ാമത് OV വിജയൻ സാഹിത്യ പുരസ്കാര ജേതാവായത് ആര് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ആൻസർ എന്താണ്? കുഴൂർ വിൽസൺ ആണ്. കുഴൂർ വിൽസൺ എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ആനക്കാൽ. ആനക്കാൽ എന്ന വാട്ടർ സ്പോർട്ട് പ്രതിഭാസം ഉണ്ടായത് എവിടെയാണ്? ആനക്കാൽ എന്ന വാട്ടർ സ്പോർട്ട് പ്രതിഭാസം ഉണ്ടായത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? വിഴിഞ്ഞം കടലിലാണ് അല്ലെ? വിഴിഞ്ഞം കടൽ. വിഴിഞ്ഞം കടലിലാണ് ആനക്കാൽ എന്ന വാട്ടർ സ്പോർട്ട് പ്രതിഭാസം ഉണ്ടായത് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഈ ഒരു രീതിയിലാണ് ആനക്കാൽ പ്രതിഭാസം ഉണ്ടായത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ആനക്കാൽ പ്രതിഭാസം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഭാസം എവിടെയാണ് ഉണ്ടായതെന്ന് ചോദിക്കുകയാണെങ്കിൽ വിഴിഞ്ഞം കടലിലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വംശനാശം സംഭവിച്ച ജീവികളുടെ പട്ടികയിൽപ്പെടുത്തിയ ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റിനെ കണ്ടെത്തിയ ദേശീയോദ്യാനം ഏതാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വംശനാശം സംഭവിച്ച ജീവികളുടെ പട്ടികയിൽപ്പെടുത്തിയ ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റിനെ കണ്ടെത്തിയ ദേശീയോദ്യാനം ഏത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആൻസർ വാർത്തകളൊക്കെ നല്ല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക, ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റ്. ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റിനെ കണ്ടെത്തിയത് മനസ് നാഷണൽ പാർക്ക്. എവിടെയാണ്? മനസ് നാഷണൽ പാർക്ക്. മനസ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അസം അല്ലേ? മനസ് അസം എന്നുള്ളത് ഓർത്തിരിക്കുക. മനസ് നാഷണൽ പാർക്ക് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അസമിലെ മനസ് നാഷണൽ പാർക്കിലാണ് ഏഷ്യാറ്റിക് ഗോൾഡൻ കാറ്റിനെ കണ്ടെത്തിയത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 ഒക്ടോബറിൽ അന്തരിച്ച റോൺ ഈലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? റോൺ ഈലി ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ടാർസൻ അല്ലേ? ആ ഒരു സിനിമ ഓർത്തിരുന്ന ആ ഒരു ടാർസൻ എന്ന ഒരു കഥാപാത്രത്തെ ഓർത്തിരിക്കാം നമുക്ക്. അപ്പോൾ ആൻസർ എന്താണ്? അഭിനയം അല്ലേ? റോൺ ഈലിയാണ് ടാർസൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അപ്പോൾ റോൺ ഈലി പേര് ഓർത്തിരിക്കുക. അഭിനയവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് റോൺ ഈലി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പരീക്ഷണം വിജയിച്ചതോടെ ഹൈപ്പർസോണിക് ആയുധമുള്ള എത്രാമത് രാജ്യമായാണ് ഇന്ത്യ മാറിയത്? പരീക്ഷണം വിജയിച്ചതോടെ ഹൈപ്പർസോണിക് ആയുധമുള്ള എത്രാമത് രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സ്പീഡിൽ ആൻസേഴ്സ് കമന്റ് ചെയ്യാൻ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കണം, അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ. ഓക്കെ, ആൻസർ പറഞ്ഞോളൂ. പരീക്ഷണം വിജയിച്ചതോടെ ഹൈപ്പർസോണിക് ആയുധമുള്ള എത്രാമത് രാജ്യമായാണ് ഇന്ത്യ മാറിയത്? ആൻസർ 4 അല്ലേ? 4. അപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ളത് USA, USSR, ചൈന എന്നീ രാജ്യങ്ങൾക്കാണ് ഇന്ത്യക്ക് മുന്നേ ഉള്ളത് എന്നുള്ള ഫാക്റ്റും ഓർത്തിരിക്കുക. അപ്പോൾ ഇത് പരീക്ഷിച്ച ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുന്നത് 2024 നവംബർ 17 ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചതെന്നാണ്? 2024 നവംബർ 17 എന്നുള്ളത് ഓർത്തിരിക്കുക. വിക്ഷേപണം നടന്നത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ APJ അബ്ദുൽ കലാം ദ്വീപ് ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ദ്വീപിലാണ് വിക്ഷേപണം നടന്നത്. ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ദ്വീപിലാണ് വിക്ഷേപണം നടന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ മറക്കരുത്, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പരീക്ഷണം വിജയിച്ചതോടെ ഹൈപ്പർസോണിക് ആയുധമുള്ള എത്രാമത് രാജ്യമായിട്ടാണ് ഇന്ത്യ മാറിയത്? 4ാമത് രാജ്യമാണ്. മറക്കരുത് കേട്ടോ, മറക്കരുത്. അപ്പോൾ 2024 നവംബർ 17 ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് എന്നുള്ള ഫാക്റ്റും ഓർത്തിരിക്കുക. ഓക്കെ, അതുപോലെ വിക്ഷേപണം നടന്നത് APJ അബ്ദുൽ കലാം ഐലൻഡ് എന്നുള്ളതും ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ഐലൻഡിലാണ് വിക്ഷേപണം നടന്നത് എന്നുള്ള ഫാക്റ്റും ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 നവംബർ 19 വിക്ഷേപിച്ച ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20യുടെ ഭാരം എത്രയാണ്? GSAT-20യുടെ ഭാരം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. GSAT-20യുടെ ഭാരം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? 4700 കിലോഗ്രാം. നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ റീസെൻ്റ് ആയിട്ട് ഉള്ള ആ ഒരു എക്സാം പാറ്റേൺ ഉണ്ടല്ലോ, അതിനനുസരിച്ചാണ് ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. മാക്സിമം ക്ലാസ് കാണുക, മാക്സിമം കാര്യങ്ങൾ പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 2024 നവംബർ 19 വിക്ഷേപിച്ച ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20യുടെ ഭാരം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? 4700 കിലോഗ്രാം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമായ GSAT-20 അല്ലെങ്കിൽ GSAT-N2 വിക്ഷേപിച്ചു. ഡേറ്റ് ഓർത്തിരിക്കുക, 2024 നവംബർ 19. GSAT-20 അല്ലേ? GSAT-20 19 നവംബറിനാണ്. 19 അടുത്ത 20 ആണല്ലോ. 19 നവംബറിനാണ് വിക്ഷേപിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. 19 നവംബർ 2024 വിക്ഷേപിച്ചത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക.
കേപ്പ് കനാവറൽ വിക്ഷേപണ തറ, കേപ്പ് കനാവറൽ US കേപ്പ് കനാവറൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നുമാണ് വിക്ഷേപിച്ചത് എന്നുള്ള ഫാക്റ്റും ഓർത്തിരിക്കുക. അപ്പോൾ GSAT-20 2024 നവംബർ 19 വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 നവംബറിൽ അന്തരിച്ച ആശിഷ് ഖാൻ. ആശിഷ് ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്? ആശിഷ് ഖാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? 2024 നവംബറിൽ അന്തരിച്ച ആശിഷ് ഖാൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്ട്രുമെന്റ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, അതും നമ്മൾ ഓർത്തിരിക്കണം. നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, സംഗീതം അല്ലെ. സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. 2024 നവംബറിൽ അന്തരിച്ച ആശിഷ് ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്? സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സംഗീത മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, അതുപോലെ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് സരോദ് കേട്ടോ. സരോദാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നുള്ളതും ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ 2024 നവംബറിൽ അന്തരിച്ച ആശിഷ് ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തനാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? സരോദാണ്. സരോദ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ്? 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അരവിന്ദ് പനഗരിയ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വരുന്ന എക്സാമിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? അരവിന്ദ് പനഗരിയ. അരവിന്ദ് പനഗരിയ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക് സ്കൂൾ. പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സൈനിക് സ്കൂൾ. പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക് സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക് സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണെന്നറിയോ? പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക് സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ UP, ഉത്തർപ്രദേശ് അല്ലെ. ഉത്തർപ്രദേശിലെ വൃന്ദാവൻ. ഉത്തർപ്രദേശിലെ വൃന്ദാവൻ. UP CM ഓർത്തിരിക്കാം. ആരാണ്? യോഗി ആദിത്യനാഥ് അല്ലെ. യോഗി ആദിത്യനാഥ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ UP-യിലാണ് പെൺകുട്ടികൾ മാത്രമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ സൈനിക് സ്കൂൾ എവിടെയാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ വൃന്ദാവൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതാണ്? ആൻസർ അറിയോ? 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. എടുത്തെടുത്ത് പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. റീസെൻ്റ്ലി നടന്ന എക്സാംസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ എഴുതിയ ആളുകൾക്കൊക്കെ കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചു വെച്ചിരിക്കുക. ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? ഹെങ്ക് UK. നമുക്ക് ഓപ്ഷൻ എയിലേക്ക് പോകാനുള്ള ഒരു ചാൻസ്, ഒരു പോസിബിലിറ്റി ഇത് തോന്നും നമുക്ക് അല്ലേ, ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഹെങ്ക് UK അങ്ങനെ തന്നെ പഠിക്കുക. ഹെങ്ക് UK അല്ലേ, ഹെങ്ക് UK. അപ്പോൾ ഒരു വെച്ചിട്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹെങ്ക് UK എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയോ? മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ന്യൂറാലിങ്ക് അല്ലെ. ന്യൂറാലിങ്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കും. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറാലിങ്ക്. ഏതാണ്? ന്യൂറാലിങ്ക് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്. ലോക തണ്ണീർത്തട ദിനം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക തണ്ണീർത്തട ദിനം ഒരുപാട് എക്സാംസിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ലോക തണ്ണീർത്തട ദിനം എന്നുള്ളത് എന്നാണ്? ലോക തണ്ണീർത്തട ദിനം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ ഫെബ്രുവരി 2 ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഫെബ്രുവരി 2. അതിന്റെ പ്രമേയം കൂടെ ഒന്ന് ഓർത്തിരിക്കാം. എന്താണ്? വെറ്റ്ലൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് അല്ലെ. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളതും ഓർത്തിരിക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ വെറ്റ്ലൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം എന്നുള്ള ഓർത്തിരിക്കുക. പ്രമേയം മനുഷ്യക്ഷേമവുമാണ് കേട്ടോ. മനുഷ്യക്ഷേമവും തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും.
തണ്ണീർത്തടം എന്നുള്ളത് ഓർമ്മയിലുണ്ടാവും. മനുഷ്യക്ഷേമം എന്നുള്ളത് ആ ഒരു വാക്കൂടെ ഓർത്തു വെച്ചിരിക്കുക. മനുഷ്യക്ഷേമം എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? അത് നമ്മുടെ കേരളം. നമ്മുടെ കേരളമാണ് കേട്ടോ. ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? നമ്മുടെ കേരളമാണ്. പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത് കേരളം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണ്? രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല. ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഓപ്ഷൻസ് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ആൻസർ എന്താണ്? ആൻസർ വയനാടാണ് കേട്ടോ. വയനാട് മറക്കരുത്. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? വയനാടാണ്. വയനാട് മറക്കരുത്. വയനാട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് ഹൈദരാബാദ് വിമോചന ദിനമായി കേന്ദ്ര സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? ഹൈദരാബാദ് വിമോചന ദിനമായി കേന്ദ്ര സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? ആൻസർ അറിയോ? ഹൈദരാബാദ് വിമോചന ദിനമായി കേന്ദ്ര സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ അറിഞ്ഞിരിക്കുക സെപ്റ്റംബർ 17. മറക്കരുത്, സെപ്റ്റംബർ 17. സെപ്റ്റംബർ 17 ഹൈദരാബാദ് വിമോചന ദിനമായി കേന്ദ്ര സർക്കാർ ആചരിക്കാൻ തീരുമാനിച്ചത്. സെപ്റ്റംബർ 17 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഐക്യരാഷ്ട്രസഭയുടെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓർക്കുന്നുണ്ടോ? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1, 3, 4 അല്ലേ? ഒരു മനുഷ്യൻ പിന്നെ 3 മനുഷ്യൻ, രണ്ടുപേരും കൂടെ ചേർന്ന് 4 ആയി. 1, 3, 4 ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ആണെന്നുള്ള ഓർത്തിരിക്കുക. ഒന്നാം സ്ഥാനത്ത് ആരാണ്? സ്വിറ്റ്സർലാൻഡ് ആണെന്നുള്ള ഓർത്തിരിക്കുക. ഇനി ഇത് എന്തായിരുന്നു? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, HDI ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. ഇനി ഹാപ്പിനെസ് ഇൻഡെക്സ് ആണെങ്കിലോ? ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 126. ഒന്നാം സ്ഥാനത്ത് ആരാണ്? ഫിൻലൻഡ് ആണ് ഒന്നാം സ്ഥാനം. അടുത്തത് പീസ് ഇൻഡെക്സ്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 116. ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ്. ഓക്കെ, മറക്കരുത്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 134. 1, 3 പിന്നെ ഒരു മനുഷ്യനും കൂടെ ചേർന്നപ്പോൾ 4. അപ്പോൾ മനുഷ്യൻ എന്നുള്ള ഹ്യൂമൻ എന്നുള്ള രീതിയിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് സ്വീറ്റ് ഹ്യൂമൻ എന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. സ്വീറ്റ് ഹ്യൂമൻ ഓർത്തിരുന്ന ഓക്കെ. അപ്പോൾ സ്വീറ്റ് ഹ്യൂമൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓർത്തിരിക്കുകയാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 134. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 134. പീസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ 116 ഐസ്പീസ് എന്ന് ഓർത്തിരുന്നാൽ മതി. 116 ഐസ്പീസ്. 116 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് 116. ഐസ്പീസ് എന്ന് ഓർക്കുമ്പോൾ ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് എന്നുള്ള ഓർത്തിരിക്കാം. പിന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് 6 ഇരട്ടി സന്തോഷം എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. 126. 6ന്റെ ഇരട്ടിയാണ് 12 അല്ലേ? 6 ഇരട്ടി സന്തോഷം എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ അവിടെ എല്ലാവരും വളരെ ഹാപ്പിയാണ്, ഫൈൻ ആണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ ആ ഫിൻ എന്നുള്ള രീതിയിൽ ഫിൻലൻഡ് എന്നുള്ളതും ഓർത്തിരിക്കാം. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ്, ഹാപ്പിനെസ് ഇൻഡെക്സ് ആണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് ആണ്. അതുപോലെ പീസ് ഇൻഡെക്സ് ആണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഐസ്ലൻഡ് ആണ്. മറന്നു പോരുത് കേട്ടോ. ഓക്കെ, അടുത്തത് സരസ്വതി സമ്മാൻ പുരസ്കാരം 2024 33ാമത് അല്ലെ? 2023 പുരസ്കാരം സമ്മാനിച്ചത് 2024 23 പുരസ്കാരമാണ് സമ്മാനിച്ചത് 2024. 33ാമത് സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ 2023 സരസ്വതി സമ്മാൻ ആർക്കാണ് കിട്ടിയത്? ആൻസർ മലയാളിക്കാണ് കിട്ടിയത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളിക്കാണ് കിട്ടിയത് അല്ലേ? അപ്പം ആൻസർ എന്താണ്? പ്രഭാവർമ്മ. കൃതി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ രൗദ്ര സാത്വികം. കൃതി ഏതാണ്? രൗദ്ര സാത്വികം എന്നുള്ളതും അറിഞ്ഞിരിക്കും. അപ്പോൾ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവായത് പ്രഭാവർമ്മയാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ രൗദ്ര സാത്വികം എന്നുള്ളതും അറിഞ്ഞിരിക്കുക. അടുത്തത് ഖാദർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഖാദർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഖാദർ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടതാണ്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഖാദർ കമ്മിറ്റി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. ഖാദർ ഇതൊക്കെ എക്സാമിൽ
വരാൻ ചാൻസ് ഉള്ളതാണ് കേട്ടോ. സിരിജഗൻ കമ്മിറ്റി, അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഖാദർ കമ്മിറ്റി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞു വെച്ചിരിക്കുക, എക്സാമിൽ ചോദിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഖാദർ കമ്മിറ്റി മറക്കരുത്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ് ഖാദർ കമ്മിറ്റി എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് UPSCയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് ആരാണ്? UPSCയുടെ ചെയർപേഴ്സൺ, UPSC ചെയർപേഴ്സണായിട്ട് നിയമിതയായത് ആര് എന്നുള്ളതാണ് ചോദ്യം. UPSC ചെയർപേഴ്സണായിട്ട് UPSCയുടെ എല്ലാവർക്കും പ്രീതിയാണെന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ UPSCയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതയായത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? പ്രീതി സുധനാണ്. പ്രീതി സുധൻ UPSCയുടെ ചെയർപേഴ്സണായിട്ട് നിയമിതയായ വ്യക്തി ആരാണ്? പ്രീതി സുധൻ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2024 ജൂലൈയിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ അഹോം രാജവംശത്തിന്റെ മൊയ്താം ശവകുടീരം, മൊയ്താം ശവകുടീരം അത് ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അഹോം രാജവംശം, അഹോം രാജവംശം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. അസമുമായി ബന്ധപ്പെട്ടതാണ് അഹോം രാജവംശം അല്ലേ. അപ്പോൾ ഈ മൊയ്താം ശവകുടീരം എന്ന് പറയുന്നത് ആക്ച്വലി ഈ രാജാക്കന്മാരുടെ അവരുടെ വിലപിടിപ്പുള്ള വസ്തുക്കളോടുകൂടി അവർ അടക്കം ചെയ്തതിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ രാജകീയ കല്ലറകളാണ് ഈ മൈതാം ശവകുടീരം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. അതെവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? അസം അല്ലെ, അസം. അഹോം രാജവംശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ആൻസറിൽ എത്താൻ പറ്റും, അസമാണ്. അഹോം രാജവംശത്തിന്റെ മൈതാം ശവകുടീരം ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താണ്? അസമാണ്. അസം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇപ്പോൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന 43ാമത്തെ ഇന്ത്യൻ സൈറ്റാണ് ഇത് എന്നുള്ളതും ഓർത്തിരിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന 43ാമത്തെ ഇന്ത്യൻ സൈറ്റാണ് ഇത്, അഹോം രാജവംശത്തിന്റെ മൈതാം ശവകുടീരം എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡൗട്ടില്ല, അസമാണ്. അസം അല്ലേ, അസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2024 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഏത് വിമാനമാണ് തകർന്നു വീണത്? ഏത് വിമാനമാണ്? ഈ വിമാനം തകർന്ന അതിന്റെ പേരൊക്കെ സാധാരണ എക്സാമിൽ ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറും ഓർത്തു വെച്ചിരിക്കുക. ആൻസർ എന്താണ്? 2024 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഏത് വിമാനമാണ് തകർന്നു വീണത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ പറഞ്ഞോളൂ. എന്താണ് ഉത്തരം? ആൻസർ എന്താണ്? ബോംബർഡിയർ CRJ-200 എന്നുള്ളത് അറിഞ്ഞിരിക്കുക കേട്ടോ. ബോംബർഡിയർ CRJ-200 എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ 2024 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ഏത് വിമാനമാണ് തകർന്നു വീണത്? അപ്പോൾ തകരുക എന്ന് പറയുമ്പോൾ ബോംബ് പൊട്ടി തകർന്നു എന്നൊക്കെ നമ്മൾ പറയില്ല, ആ രീതിയിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചിരിക്കാം. അപ്പോൾ എവിടെയാണെന്നുള്ളത് ഓർത്തു വെച്ചിരിക്കണം. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ബോംബർഡിയർ. ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബോംബർഡിയർ CRJ-200, ബോംബർഡിയർ CRJ-200 ശൗര്യ എയർലൈൻസിന്റെയാണ് വിമാനം എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് 2024 ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്ത് എന്നുള്ളതാണ് ചോദ്യം. 2024 ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്താണ്? യുവജന ദിനം എന്താണ്? ഫ്രം ക്ലിക്ക് ടു പ്രോഗ്രസ്. ഇത് ഓർത്തു വെക്കുക കേട്ടോ, ഇത് ഓർത്തു വെച്ചിരിക്കുക. ഫ്രം ക്ലിക്ക് ടു പ്രോഗ്രസ്, ഫ്രം ക്ലിക്ക് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് 2024 ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്നുള്ളത് ഓർത്തിരിക്കുക. എന്താണ്? ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ളതാണ് 2024 ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഒരു ക്ലിക്കിലൂടെ പുരോഗതിയിലേക്ക് യുവജനങ്ങളുടെ സുസ്ഥിര പുരോഗതിക്കായി ഡിജിറ്റൽ വഴികൾ. ഫ്രം ക്ലിക്ക് ടു പ്രോഗ്രസ്, അത് മനസ്സിൽ വേണം കേട്ടോ. യുവജന ദിനത്തിന്റെ ലോക യുവജന ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫ്രം ക്ലിക്ക് ടു പ്രോഗ്രസ്, ആ ഒരു വാക്ക് ഓർത്തിരിക്കുക. ഫ്രം ക്ലിക്ക് ടു പ്രോഗ്രസ് യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഒരു ക്ലിക്കിലൂടെ പുരോഗതിയിലേക്ക് യുവജനങ്ങളുടെ സുസ്ഥിര പുരോഗതിക്ക് ഡിജിറ്റൽ വഴികൾ എന്നുള്ളതാണ് പ്രമേയം എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമാണ്. ഓഗസ്റ്റ് 12 ആണ് അന്താരാഷ്ട്ര യുവജന ദിനം. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനം. ദേശീയ യുവജന ദിനം എന്നാണ് ചോദിക്കുകയാണെങ്കിൽ അത് ജനുവരി 12. അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12, ദേശീയ യുവജന ദിനം ജനുവരി 12. അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12, ദേശീയ യുവജനം ചോദിക്കുകയാണെങ്കിൽ ജനുവരി 12. ജനുവരി 12 എന്നുള്ളതും ഓർത്തിരിക്കുക. അടുത്തത് 2024 റെയിൽവേ ബോർഡിന്റെ ചെയർമാനായി നിയമിതനാകുന്നത് ആരാണ്? 2024 റെയിൽവേ ബോർഡിന്റെ ചെയർമാനായി നിയമിതനായത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
കൂട്ടത്തിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് റെയിൽവേ ബോർഡിന്റെ തലപ്പത്തെത്തിയ ആദ്യ വനിത, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതിന്റെ ആൻസർ എന്തായിരുന്നു? ജയ വർമ്മ സിൻഹ. ജയ വർമ്മ അല്ലെ, ജയ വർമ്മ സിൻഹ, ജയ വർമ്മ സിൻഹ എന്നുള്ളത് അറിഞ്ഞിരിക്കും. ജയ വർമ്മ സിൻഹയാണ് അതിന്റെ ഉത്തരം. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? 2024 റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആൻഡ് സിഇഒ നിയമിതനായത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ അത് സതീഷ് കുമാർ ആണ് കേട്ടോ. അത് സതീഷ് കുമാർ ആണ്. കൂട്ടത്തിൽ തന്നെ ജയ വർമ്മ, ഇപ്പൊ നിലവിൽ ജയവർമ്മ സിൻഹ മാറിയിട്ട് സതീഷ് കുമാർ ആണെന്നുള്ള ഓർത്തിരിക്കുക. കൂട്ടത്തിൽ തന്നെ ജയവർമ്മ സിൻഹ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എന്താണ്? റെയിൽവേ ബോർഡിന്റെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ് ജയവർമ്മ സിൻഹ എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന. കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന ഏതാണ്? കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധന ഏത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്താണ്? ആൻസർ ഓപ്പറേഷൻ പി ഹണ്ട് ആണ് അല്ലെ. പി ഹണ്ട്, ഓപ്പറേഷൻ പി ഹണ്ട്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓപ്പറേഷൻ പി ഹണ്ട് ആണ്. കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ തിരയുകയും ശേഖരിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. ഏതാണ് ഓപ്പറേഷൻ പി ഹണ്ട് എന്നുള്ളത് ഓർത്തുവച്ചിരിക്കുക, മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തിടെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വായ് താരം ലൂയിസ് സുവാരസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച ഉറുഗ്വായ് താരം ലൂയിസ് സുവാരസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ സ്പീഡിൽ പോരട്ടെ, ആൻസേഴ്സ് പെട്ടെന്ന് പോരട്ടെ. ലൂയിസ് സുവാരസ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ലൂയിസ് സുവാരസ് അല്ലെ. ലൂയിസ് സുവാരസ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 2024 പാരീസ് ഒളിമ്പിക്സിന്റെയും പാരാലിമ്പിക്സിന്റെയും ക്ലാസ്സുകൾ നമ്മൾ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കരുത് കേട്ടോ. കാണുക. അതിന്റെ നോട്ട് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. ആ ലിങ്കും ഇട്ടിട്ടുണ്ട്, നോട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിന്റെയും നോട്ടും ക്ലാസിന്റെ ലിങ്കും നോട്ടും കാണാൻ പറ്റും. ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം നോട്ട് വായിക്കുക. കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും, കുറച്ചുകൂടി ഓർമ്മയിൽ നിൽക്കുക. അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നോട്ട് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല. ഫാസ്റ്റ് ആയിട്ടെങ്കിലും ക്ലാസ് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് മറക്കാതെ ഒന്ന് കാണുക. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? 29 അല്ലെ. 29 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ എത്ര മെഡലുകളാണ് നേടിയത്? 29 മെഡലുകൾ നേടി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതിൽ 7 സ്വർണം, അതുപോലെ 9 വെള്ളി, 13 വെങ്കലം, അങ്ങനെ മൊത്തം 29 അല്ലെ. 29 എന്നുള്ളത് ഓർത്തിരിക്കുക. ഈ 7 ഗോൾഡ്, ഈ 7 നമുക്ക് വേണമെങ്കിൽ ഒരു ജി ആയിട്ടൊക്കെ എടുക്കാം അല്ലെ, ജി. അപ്പോൾ നമുക്ക് ഗോൾഡ് എന്നുള്ളത് കിട്ടും. പിന്നെ ഇത് ബ്രോൺസ് ആണല്ലോ. ഇത് നമുക്ക് ഈ 1നെയും 3നെയും ഒന്ന് കണക്ട് ചെയ്താൽ ബിന്ന് കിട്ടില്ലേ, ബ്രോൺസ് എന്ന് കിട്ടും അല്ലെ. അപ്പോൾ വെങ്കലം എന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പോൾ 7 ഗോൾഡ് 13 ബ്രോൺസ്, മൊത്തം 29. ബാക്കി 9 വെള്ളിയാണ്. 9 വെള്ളി, 9 സിൽവർ അല്ലെ. 9 സിൽവർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. ഈ രീതിയിൽ എക്സാമിന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയും കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ 29 മെഡലുകളാണ് നേടിയത് എന്നുള്ളത് ഓർത്തിരിക്കുക, മറക്കരുത് കേട്ടോ, മറക്കരുത്. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം, മറക്കരുത്. ഓക്കെ, ഇനി 1ാം സ്ഥാനത്ത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയാണ്. 2ാം സ്ഥാനത്ത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ബ്രിട്ടൻ ആണ്. 3ാം സ്ഥാനത്ത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ US ആണ്. ഇന്ത്യയുടെ സ്ഥാനം 18. അതും കൂടെ ഓർത്തു വെച്ചിരിക്കുക. ചൈനയ്ക്ക് ആകെ മെഡലുകൾ 220, ഇന്ത്യക്ക് ആകെ മെഡലുകൾ 29. മറക്കരുത്. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം, അങ്ങനെ ആകെ മൊത്തം 29 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. 1ാം സ്ഥാനത്ത് ചൈന, 2ാം സ്ഥാനത്ത് ബ്രിട്ടൻ, 3ാം സ്ഥാനത്ത് അമേരിക്ക, 18ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 18ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾ, ഇതുപോലെ ഇതിന്റെ ഗ്രാൻഡ് സ്ലാമിന്റെ നമ്മൾ കോഡോടുകൂടെ ഒരു സെഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണാം. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. ഇപ്പോൾ US ഓപ്പൺ ഒരെണ്ണം പഠിച്ചാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആയി. പിന്നെ നമുക്ക് 2 പഠിക്കാനുള്ളൂ അല്ലേ എക്സാമിന് ചോദിക്കുന്നത് അല്ലേ.
അപ്പോൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കാനുള്ള കോഡ് വെറും 10 മിനിറ്റിലാണ് നമ്മൾ ആ ഒരു സെഷൻ ചെയ്തിട്ടുള്ളത്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ കാണും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ US ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ യാനിക് സിന്നർ എന്നുള്ളത് ഓർത്തിരിക്കുക. യാനിക് സിന്നർ US ഓപ്പൺ യാനിക് സിന്നർ അല്ലേ, US യാനിക് സിന്നർ. ഇനി വനിതാ വിഭാഗമാണെങ്കിൽ ആര്യന സബലങ്ക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇത് നമ്മൾ കോഡായിട്ട് പറയുന്നത് ഓസ്ട്രേലിയൻ ഓപ്പൺ എടുത്താലും US ഓപ്പൺ എടുത്താലും പുരുഷ വിഭാഗം യാനിക് സിന്നർ, വനിതാ വിഭാഗം ആര്യന സബലങ്കയാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ മാത്രം കോഡ് വെച്ചാൽ മതി, നമുക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കോഡ് ഇതായിരുന്നു. ഓസിന് അരി വാങ്ങിയത് സിന്നായി. അതായത് ഓസിന് നമ്മൾ പറയും ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ ഓസിന് വാങ്ങിയതാ. അപ്പോൾ ഓസിന് അരി വാങ്ങിയത്, സിന്ന് വെച്ചാൽ പാപം എന്നുള്ള ഒരു അർത്ഥത്തിൽ, ഓസിന് അരി വാങ്ങിയത് വേണമെങ്കിൽ സീനായി എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാം അല്ലെ, സീനായി എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഓസിന് അരി വാങ്ങിയത് സിന്നായി എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗമാണെങ്കിൽ ആര്യന സബലങ്ക, പുരുഷ വിഭാഗമാണെങ്കിൽ യാനിക് സിന്നർ, വനിതാ വിഭാഗമാണെങ്കിൽ ആര്യന സബലങ്ക, പുരുഷ വിഭാഗമാണെങ്കിൽ യാനിക് സിന്നർ എന്നുള്ളത് ഓർത്തിരിക്കാം. അതന്നെയാണ് US ഓപ്പണിലും. കണ്ടോ, ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും ഒരുമിച്ച് തന്നെ ഓർത്തിരിക്കാം, മറക്കില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള 2 കോഡ് കൂടെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് നമുക്കത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ മറക്കരുത് US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം പുരുഷ വിഭാഗമാണെങ്കിൽ യാനിക് സിന്നർ, വനിതാ വിഭാഗമാണെങ്കിൽ ആര്യന സബലങ്ക എന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആൻഡമാൻ നിക്കോബർ ദ്വീപിന്റെ തലസ്ഥാനമായി പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണ്? ആൻഡമാൻ നിക്കോബർ ദ്വീപിന്റെ തലസ്ഥാനമായി പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശ്രീവിജയപുരം. എന്താണ്? ശ്രീവിജയപുരം. ആൻഡമാൻ നിക്കോബർ ദ്വീപിന്റെ തലസ്ഥാനമായി പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേരെന്താണ്? ശ്രീവിജയപുരം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2024 സെപ്റ്റംബറിൽ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി അധികാരമേറ്റതാരാണ്? ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വരുന്ന എക്സാംസിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആരാണ്? അതിഷി മർലേന അല്ലെ, അതിഷി മർലേന. 2024 ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആരാണ്? അതിഷി മർലേന എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് 2024 സെപ്റ്റംബറിൽ വ്യോമസേന മേധാവിയായിട്ട് നിയമിതനായത് ആരാണ്? 2024 സെപ്റ്റംബറിൽ പുതിയ വ്യോമസേന മേധാവിയായി നിയമിതനായത് ആരാണ്? 2024 സെപ്റ്റംബറിൽ വ്യോമസേന മേധാവിയായിട്ട്, വ്യോമം അമർ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കാലോ, അല്ലെങ്കിൽ വ്യോമം എന്ന് പറയുമ്പോൾ എയർ അമർ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ വ്യോമസേന മേധാവിയായിട്ട് നിയമിതനായ വ്യക്തിയാണ് അമർപ്രീത് സിംഗ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യത്ത് തൊഴിലില്ലായ്മയിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് തൊഴിലില്ലായ്മയിൽ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കേരളമാണ്. ഇനി 1ാം സ്ഥാനത്ത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗോവയാണ് കേട്ടോ. 1ാം സ്ഥാനത്ത് ഗോവയാണ്, 2ാം സ്ഥാനത്താണ് കേരളം എന്നുള്ളത് ഓർത്തിരിക്കുക, മറക്കരുത്. ഓക്കെ, അപ്പോൾ 1ാം സ്ഥാനത്തുള്ളത് ഗോവയാണെന്നുള്ളത് ഓർത്തു വെച്ചിരിക്കുക. അടുത്തത്, സായുധ സേനകളുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യത്തെ വനിതാ സർജൻ. സായുധ സേനകളുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യത്തെ വനിതാ സർജൻ ആരാണ്? സായുധ സേനകളുടെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറലായി ചുമതലയേൽക്കുന്ന ആദ്യത്തെ വനിതാ സർജൻ ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ആരതി സരിൻ, സർജൻ സരിൻ. നല്ല രീതിയിലൊക്കെ ഓർത്തിരിക്കാം. ആരതി സരിൻ, സർജൻ സരിൻ അല്ലെ, ആരതി സരിൻ, വൈസ് അഡ്മിറൽ ആരതി സരിൻ എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നാടൻ പശുക്കൾക്ക് രാജ്യമാത ഗോമാത എന്ന പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? നാടൻ പശുക്കൾക്ക് രാജ്യമാത ഗോമാത എന്ന പദവി നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തായിരുന്നു? ഏതായിരുന്നു? മഹാരാഷ്ട്ര. ഓർക്കുന്നുണ്ടോ? മഹാരാഷ്ട്ര മാതാ അല്ലെ, ഗോമാത, രാജ്യമാത ഗോമാത എന്ന പദവി നാടൻ പശുക്കൾക്ക് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത്, അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്? അപ്പൊ ഇന്ത്യയാണ് കിരീടം നേടിയത്. ഇന്ത്യ കിരീടം നേടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകം അത് നോട്ട് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ആരെയാണ് പരാജയപ്പെടുത്തിയത് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്? അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്താണ്? ബംഗ്ലാദേശ്. ആൻസർ ബംഗ്ലാദേശ് ആണ്. അണ്ടർ 17 സാഫ് കപ്പ് ഫുട്ബോളിൽ ഏത് രാജ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്? ആൻസർ എന്താണ്? ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വയലാർ സാഹിത്യ അവാർഡിന് അർഹനായ അശോകൻ ചരുവിലിന്റെ നോവൽ ഏതാണ്? വയലാർ സാഹിത്യ അവാർഡിന് അർഹനാക്കിയ അശോകൻ ചരുവിലിന്റെ നോവൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം.
വയലാർ സാഹിത്യ അവാർഡിന് അർഹനാക്കിയ അശോകൻ ചരുവിലിന്റെ നോവൽ ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ കാട്ടൂർ കടവാണ് കേട്ടോ. കാട്ടൂർ കടവ്. വയലാർ സാഹിത്യ അവാർഡിന് അർഹനാക്കിയ അശോകൻ ചരുവിലിന്റെ നോവൽ ഏതാണ്? കാട്ടൂർ കടവാണ്. കാട്ടൂർ കടവ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് 48ാമത് വയലാർ കണക്റ്റഡ് ഫാക്ടറോടെ നമുക്ക് നോക്കാം. 48ാമത് വയലാർ അവാർഡാണ് അശോകൻ ചരുവിലിന് ലഭിച്ചത്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് പുരസ്കാരം എന്നുള്ളത് ഓർത്തിരിക്കുക. 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ്. 2023 48 അശോകൻ ചരുവിലിന്. 47ാമത് അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. കൃതി വരെ എക്സാമിൽ ചോദിച്ചു. അപ്പൊ എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. ഒന്നുകൂടെ പഠിച്ചു വെച്ചിരിക്കുക. ചിലപ്പോൾ അതായിരിക്കാം ചോദിക്കുന്നത്. 47ാമത് വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി 2024 48ാമത് വയലാർ അവാർഡ് ആർക്കാ കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അശോകൻ ചരുവിലിനാണ്. കാട്ടൂർ കടവ് എന്ന നോവലിനാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പേരുമാറ്റത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച അഹല്യാനഗർ ഏത് സംസ്ഥാനത്തിലാണ്? പേരുമാറ്റത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച അഹല്യാനഗർ ഏത് സംസ്ഥാനത്തിലാണ്? അഹല്യാനഗർ, മഹാരാഷ്ട്ര. അഹല്യാനഗർ, മഹാരാഷ്ട്ര. പേരുമാറ്റത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ച അഹല്യാനഗർ ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അഹല്യാനഗർ, മഹാരാഷ്ട്ര. അഹല്യാനഗർ, മഹാരാഷ്ട്ര. അഹല്യാനഗർ, മഹാരാഷ്ട്ര എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ എൽനിറ്റി MPXV അക്സെ ഏത് രോഗം കണ്ടെത്താനുള്ള പരിശോധനാ കിറ്റാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകിയ അൽനിറ്റി MPXV അസേ ഏത് രോഗം കണ്ടെത്താനുള്ള പരിശോധനാ കിറ്റാണ് എന്നുള്ളതാണ്. ആൻസർ എന്താണ്? എംപോക്സ് ആണ് കേട്ടോ. എംപോക്സ് ആണ് ഓർത്തിരിക്കുക. അപ്പോൾ അൽനിറ്റി MPXV അസേ എന്താണ്? എംപോക്സ് രോഗം കണ്ടെത്താനുള്ള പരിശോധനാ കിറ്റാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത് 2024 സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചത് ഏത് സംഘടനയ്ക്കാണ് ലഭിച്ചത്? ജപ്പാനിലെ സംഘടനയാണെന്നുള്ളത് അറിയാം. ഏത് സംഘടനയാണ്? സമാധാനം സാഹിത്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കഴിഞ്ഞ എക്സാംസിലൊക്കെ ആണെങ്കിൽ വേറെയും ചോദിച്ചു അല്ലേ? കെമിസ്ട്രിയും ഫിസിക്സ് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെഡിസിൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കൂടുതൽ ഇത് രണ്ടും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ ഇത് കോഡോടുകൂടി നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? നമ്മൾ സെഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അതിന് നോട്ടും ഇട്ടിട്ടുണ്ട്, ക്ലാസ്സിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ക്ലാസ് കണ്ട ശേഷം നോട്ടുകൂടെ വായിക്കുകയാണെങ്കിൽ 10 മിനിറ്റിനകത്ത് എന്ത് പഠിക്കാം? നൊബേൽ പ്രൈസ് എല്ലാവർക്കും. ആർക്കൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റിലാണെന്ന് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സിമ്പിൾ കോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉറപ്പായിട്ട് ഓർമ്മയിൽ വരും. അപ്പോൾ 2024 സമാധാന നൊബേൽ പുരസ്കാരം ലഭിച്ചത് നിഹോൺ ഹിഡാൻക്യു എന്ന ജപ്പാൻ സംഘടനയ്ക്കാണെന്നുള്ള ഓർത്തിരിക്കുക. അപ്പോൾ നമ്മുടെ കോഡ് സമാധാന നെഹി എന്നുള്ളതായിരുന്നു നമ്മുടെ കോഡ്. ജപ്പാനിലെ സംഘടനയാണ് നിഹോൺ ഹിഡാൻക്യു. അപ്പോൾ അതിനാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ഒക്ടോബറിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI നടപ്പിലാക്കുന്ന രാജ്യം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ? ഈ ക്വസ്റ്റ്യൻ മാലദ്വീപാണ്. WHO മലേറിയ മുക്തമായി പ്രഖ്യാപിച്ചത് ഈജിപ്താണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? വരുന്ന എക്സാംസിലൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ എന്താണ്? ഇടുക്കി. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്താണ്? ഇടുക്കിയാണ്. തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ഇടുക്കി എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇടുക്കി തൊട്ടിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതി ഒക്ടോബർ 28 മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മീഷൻ ചെയ്തത്. ദേവിയാറിലെ വെള്ളം ഉപയോഗിച്ച് 40 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ്. ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് 15 വർഷത്തിന് ശേഷമാണ് ഉദ്ഘാടനം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓർത്തിരിക്കുക. അതിൻ്റെ ശേഷി ചോദിക്കുകയാണെങ്കിൽ 40 മെഗാവാട്ട്, അത് മറക്കരുത്. അതുപോലെ ഇടുക്കി ജില്ലയിലാണ് തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി എന്നുള്ള ഫാക്റ്റും മറക്കരുത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ്. നമ്മുടെ ആൻസർ എന്താണ്? ഹാൻകാങ്ങിനാണ് കേട്ടോ. ഹാൻകാങ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഹാൻകാങ്ങിനാണ്. ദക്ഷിണ കൊറിയക്കാരിയാണ് ഹാൻകാങ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഹാൻഡ് കൊണ്ട് എഴുതിയ സാഹിത്യം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്താ ഓർത്തിരിക്കാം? അത് ഓർത്തിരിക്കാം. ഹാൻഡ് കൊണ്ട് എഴുതിയ സാഹിത്യം അല്ലെ, കൈ കൊണ്ടാണ് സാഹിത്യം എഴുതിയെന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുകയാണെങ്കിൽ ആ ഹാൻഡ് എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ ഹാൻകാങ്, ഹാൻഡ് കൊണ്ട് എഴുതിയ സാഹിത്യം. നൊബേലിൻ്റെ ഫുള്ള് നമ്മൾ ചെയ്തിട്ടുണ്ട്. കോഡോട് കൂടിയുള്ള സെഷൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഹാൻഡ് കൊണ്ട് എഴുതിയ സാഹിത്യം എന്നുള്ള രീതിയിൽ നമുക്കിത് ഓർത്തു വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. കൂട്ടത്തിൽ തന്നെ നമ്മുടെ അഡ്ഡ 247 മലയാളത്തിൽ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും കറണ്ട് അഫയേഴ്സ് ഡെയിലി വായിക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ അഡ്ഡ 247 ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഹോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് കറണ്ട് അഫയേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറണ്ട് അഫയേഴ്സ് ഇൻ ഷോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കറണ്ട് അഫയേഴ്സ് കാണാനും അത് വായിക്കാനും ഡൗൺലോഡ് ചെയ്യാനും എല്ലാത്തിനും സാധിക്കും. അപ്പോൾ മാക്സിമം അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഇത് നമ്മുടെ ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നമ്മുടെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ അത് ജസ്റ്റ് ഒന്ന് മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് അവർ അഡ്ഡ ആപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. ക്ലിക്ക് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്റ്റാൾ കൊടുക്കുക, സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, കേരള കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ഇങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ്, കറണ്ട് അഫയേഴ്സ്, ഡെയിലി ക്യൂസുകൾ, മാഗസിൻസ്, നോട്ട്സ് ആൻഡ് ആർട്ടിക്കിൾസ്, ജോബ് അലേർട്സ്, ഇതിനൊക്കെ വേണ്ടി നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും മറക്കരുത്. മാക്സിമം അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെയ്ഡ് ബാച്ചസിൽ ഏതിലെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അഡ്ഡ 247 മലയാളം ആപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടോ ഇതുപോലെ നമുക്ക് കുറേ കോഴ്സുകൾ കാണാം. ഇതൊക്കെ നമ്മൾ അഡ്ഡ മലയാളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ ഇതൊക്കെ പെയ്ഡ് ക്ലാസ്സസ് ആണ് കേട്ടോ. അപ്പോൾ കേരള മെഗാ പാക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് കേരള PSSSC, റെയിൽവേ, ബാങ്ക്, അങ്ങനെ ഒരുപാട് എക്സാംസിന് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കാണ് കേരള മെഗാ പാക്ക്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ലൈവ് ആയിരിക്കും ക്ലാസ്സുകൾ. ലൈവ് ക്ലാസ് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എല്ലാത്തിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക, ബൈ നൗ കൊടുക്കുക. ഓൾറെഡി ആ കൂപ്പൺ കോഡ് റിമൂവ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യാം, Y670 കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ എമൗണ്ട് കുറയുന്നതായിട്ട്. കണ്ടോ, എമൗണ്ട് കുറയുന്നതായിട്ട് കണ്ടോ. അപ്പോൾ മാക്സിമം ഡിസ്കൗണ്ടിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാം, Y670. പിന്നെ നമ്മുടെ പേര് കൊടുക്കുക, നമ്പർ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു സെഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്